പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഔദ്യോഗിക ഇമെയിലിലേക്ക് ഭീഷണി സന്ദേശം എത്തിയെന്നല്ലേ? അതായത് അനുജ, പത്തനംതിട്ട കളക്ടറുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്കാണ് ഇത്തരത്തിൽ കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ളൊരു ഭീഷണി സന്ദേശം വരുന്നത്. ഈ സന്ദേശം വന്നതിന് പിന്നാലെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തുകയും നിലവിൽ കളക്ടറേറ്റിലെ മുഴുവൻ ജീവനക്കാരെയും പുറത്തേക്ക് മാറ്റിക്കൊണ്ടൊരു പരിശോധന പോലീസും ഡോഗ് സ്ക്വാഡും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു കൃത്യമായ പരിശോധന നടത്തി മാത്രമേ ഇത് വ്യാജമായിട്ടുള്ളൊരു സന്ദേശമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ബോംബ് ഈ കളക്ടറേറ്റിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്തായാലും ഉണ്ടാകും. അത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കരുതൽ നടപടികളുടെ ഭാഗമായിട്ടുള്ള പരിശോധനകളാണ് നിലവിൽ പത്തനംതിട്ട കളക്ടറേറ്റിൽ തുടരുന്നത്. കളക്ടർ ഉൾപ്പെടെ നിലവിൽ ജില്ലയിൽ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും വിശദമായൊരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇമെയിലിലൂടെയാണ് ഇത്തരത്തിലൊരു സന്ദേശം വന്നത്. ഈ സന്ദേശത്തിൻ്റെ കേന്ദ്രം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ADM നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം വരുന്നത്? അതിൻ്റെ ഒരു ഉള്ളടക്കം എന്തായിരുന്നു? രാവിലെയാണ് വന്നത്. അതനുസരിച്ച് നമ്മൾ പോലീസിന് ഡയറക്ഷൻ കൊടുത്തു. പോലീസെല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ പരിശോധനകൾ നടത്തി വരുന്നു. നമ്മൾ ഉദ്യോഗസ്ഥരെയെല്ലാം ഇപ്പം വെളിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇത് ഒരു ഉണ്ടാവും തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പോഴത്തെ പരിശോധനയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പരിശോധിക്കട്ടെ. പരിശോധന നടത്തിയ ശേഷം ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ജീവനക്കാരെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. അതെ, അത് തന്നെയാണ് ADM പറയുന്നത്. അതായത് കൃത്യമായ പരിശോധന നടത്തുന്നു. ആ പരിശോധനകൾ നടത്തി ഇവിടെ ഇത്തരത്തിൽ ഈ സന്ദേശത്തിൽ പറയുന്ന പോലെ ബോംബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമായിരിക്കും ജീവനക്കാരെ ഉൾപ്പെടെ വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കുക. എന്തായാലും വലിയ ജാഗ്രതയാണ് പോലീസ് പത്തനംതിട്ട കളക്ടറേറ്റ് പരിസരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഉള്ളൊരു കെട്ടിടമാണ് ഇത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജീവനക്കാരുണ്ട്. ഒപ്പം തന്നെ പൊതുജനങ്ങൾ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ സുരക്ഷാ പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജയശങ്കർ, അതിന്റെ വിശദാംശങ്ങളുണ്ടോ? അതായത് ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട കളക്ടറുടെ ഇമെയിൽ ഐഡിയിലേക്ക്, ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്ക് ഇത്തരത്തിൽ കളക്ടറേറ്റിൽ ബോംബ് വെച്ചിരുന്നൊരു ഭീഷണി സന്ദേശം വരുന്നത്. ആ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ നിലവിൽ ജില്ലാ കളക്ടർ സ്ഥലത്തില്ല. ADM ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് തൽക്ഷണം ഇവിടെ എത്തുകയും പരിശോധനകൾ ഇതിനോടൊപ്പം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് ഉണ്ട്, മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഈ പ്രാഥമികമായ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കളക്ടറേറ്റിൽ ഈ സന്ദേശത്തിൽ പറയുന്നത് പോലെ ബോംബുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ നടത്തുന്ന പരിശോധന കഴിഞ്ഞ ശേഷം മാത്രമേ ഇതൊരു വ്യാജ സന്ദേശമാണോ അതോ ഈ സന്ദേശത്തിന് പിന്നിൽ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കണമെങ്കിൽ പോലീസിന്റെ പരിശോധന പൂർത്തിയാക്കണം. എന്തായാലും ആ പരിശോധനകൾ ഈ കളക്ടറേറ്റിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജീവനക്കാരെ ഉൾപ്പെടെ നിലവിൽ പുറത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. വലിയ തോതിൽ എല്ലാ ജീവനക്കാരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നീക്കുന്ന ഒരു സിവിൽ സ്റ്റേഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കളക്ടറേറ്റിന് പുറമെ മറ്റു ഓഫീസുകളുണ്ട്. അങ്ങനെ നിരവധി ജീവനക്കാരുണ്ട്. ഒപ്പം തന്നെ ഈ സാധാരണക്കാർ ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി എത്തിയ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ജാഗ്രത ഈ കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർ ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ജില്ലാ പോലീസിന് ഈ കാര്യങ്ങൾ കൈമാറുകയും പോലീസ് എത്തി പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് വ്യാജ സന്ദേശമാണോ അതെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ബോംബ് അല്ലെങ്കിൽ സ്ഫോടക വസ്തു കളക്ടറേറ്റിൽ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഈ പോലീസിൻ്റെ പരിശോധന പൂർത്തിയാക്കണം. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട്. കാരണം അത്രമാത്രം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഓഫീസ് കെട്ടിടമാണ്. നിരവധി ജീവനക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ഗൗരവത്തിൽ തന്നെ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പത്തനംതിട്ട കളക്ടർ നിലവിൽ ജില്ലയിലില്ല. അദ്ദേഹം ജില്ലയിലില്ലാത്ത സാഹചര്യത്തിൽ ADM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. കൃത്യമായി അവർ ഈ സന്ദേശം ലഭിച്ചുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട പോലീസിന്, ജില്ലാ പോലീസിന് അത് കൈമാറി. പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട കളക്ടറേറ്റിൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഈ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇത് വ്യാജ സന്ദേശമാണോ മറ്റെന്തെങ്കിലും സ്ഫോടക വസ്തു കളക്ടറേറ്റിൽ ഉണ്ടോ എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരിക. അനുജ, പത്തനംതിട്ട കളക്ടറേറ്റിലേക്കാണ് ഇപ്പോൾ വ്യാജ ബോംബ് ഭീഷണിയാണോ എന്നൊക്കെയുള്ളതിനാണ് പരിശോധന നടക്കുന്നത്. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഒട്ടേറെ ജീവനക്കാർ, സാധാരണക്കാരായ ജനങ്ങളൊക്കെ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പോലീസും ബോംബ് സ്ക്വാഡും അവിടെ പരിശോധന നടത്തുകയാണ്.